എന്താ മോളെ, എന്തു പറ്റി? പ്രശാന്ത് നിങ്ങളുടെ മകനല്ലമ്മ. നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി മകനെ പോലെ അഭിനയിച്ചതാ. അവനൊരു കൊലയാളിയാ. പ്രശാന്തന്റെ മകനല്ലെന്ന് എനിക്കറിയാം മോളെ. അവൻ എന്റെ ഭർത്താവിനെ കൊന്നിട്ടില്ല. ഒരു രാജ്യദ്രോഹിക്ക് മരണശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. പ്രശാന്ത് നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവനാണ് അവൻ. അവന്റെ അച്ഛൻ ആരാണെന്നറിയോ? മണ്ണും വിണ്ണും താണ്ടി വരുന്നു ഇവൻ. മണ്ണിൻ രക്ഷ കാക്കും ധീരനിവൻ. ദിക്കും ദിശയും നോക്കുന്ന ധീരനിവൻ. ശത്രുക്കൾക്ക് സംഹാരനാഥനിവൻ. നാടും വീടും കാക്കുന്ന വീരനിവൻ. ചുഴലിക്കാറ്റു പോലങ്ങു വീശുമിവൻ. ദുഷ്ടന്മാരെ കൊല്ലുന്ന ധീരനിവൻ. പട്ടാളത്തെ കാക്കുന്ന ധീരനിവൻ. മണ്ണും വിണ്ണും കാക്കുന്ന ധീരനിവൻ. Sir. Yes, Major. Well done. It was a fantastic job. Thank you, sir. I did my duty. Please. നമ്മൾ അവസാനമായി ആയുധങ്ങളുമായി ബോർഡറിലേക്ക് പോയ ട്രക്കെല്ലാം തീവ്രവാദികൾ മാർഗതടസ്സമുണ്ടാക്കി കൊള്ളയടിച്ചിരിക്കുന്നു. അവരാരാണെന്ന് കണ്ടുപിടിക്കണം. ഇതിന്റെ എല്ലാ ചാർജും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് മേജർ. I will finish off everything, sir. All the best. നാളെ നടക്കാൻ പോകുന്ന ഓപ്പറേഷനെ കുറിച്ച് പറയാനാണ് വിളിച്ചത്. പറ. പ്ലാനിൽ ഒരു ചെറിയ തടസ്സം. ഒരു രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നൊരു യങ് ആർമി ഓഫീസറാണ് ഇൻചാർജ് എടുക്കുന്നത്. പേര്? അത് ഡിപ്പാർട്ട്മെന്റ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കും. അവനെ ഡീല് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്. 100 കോടി, ആൾക്ക് 25 കോടി. രാജ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്തു? എന്താ കിട്ടിയത്? 50 രൂപയുടെ റമ്മ് 5 രൂപയ്ക്ക് തന്നു. ശരിയല്ലേ? അവസാനമായ ഒരു അസൈൻമെന്റ്. എത്ര പേരെ കൊന്നിരിക്കുന്നു? നമുക്ക് വേണ്ടി ഒരു കൊല. ലൈഫ് സെറ്റിൽഡ്. വെൽ സെറ്റ് പാർട്ട്ണർ. Cheers. ഒന്ന് പതുക്കെ. കൊള്ളാമല്ലോ. നാടിനും സേവ, വീടിനും സേവ. ബ്രദറെ, എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നല്ലേ ഇതൊക്കെ. ഇരിക്കേ. താങ്ക് യു. പ്രശാന്ത്, ചോക്ലേറ്റ്. അത് അങ്കിള് തന്നെ കഴിച്ചോളൂ. എനിക്ക് തോക്കാണ് വേണ്ടത്. ആഹാ, അമ്മയുടെ സ്വഭാവം എന്ന് കരുതിയപ്പം അച്ഛന്റെ സ്വഭാവമാണല്ലോ. മേജർ ശരവണന്റെ മകനല്ലേ, അങ്ങനെ വരൂ. തോക്ക് പിന്നെ മേടിച്ചുതരാം. ബ്രദർ, നാളെ ഒരു കേസിന്റെ ആവശ്യത്തിനായിട്ട് മലേഷ്യയിലോട്ട് പോവുക. തിരിക്കാൻ 1 മാസം ആവും. ആരാ കേസ് കേട്ടെ? തമാശിക്കല്ലേ, പ്രതി അവിടെയാ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? വാ. എന്നാ പോകാം. ആദ്യം ആ ജോലി തീർക്കാം. ഓക്കേ. പാവം, വളരെ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ്. ബോലോ ഭാരത് മാതാ കീ ജയ്. ഞങ്ങളുടെ റെജിമെന്റിൽ നിന്നും വെപ്പൺസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരുത്തിനിടയ്ക്ക് കയറി തോക്ക് ചൂണ്ടി ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചു. ഞങ്ങളും വെപ്പൺസ് എടുത്ത് അവനോട് സറണ്ടർ ആകാൻ പറഞ്ഞു. അവൻ വെടിവെച്ചതുകൊണ്ട് നമ്മുടെ ചില ഓഫീസേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടു. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് വെടിവെച്ചത്. വി ജസ്റ്റ് ഡിഡ് അവർ ഡ്യൂട്ടി സർ.
അത് കഴിഞ്ഞാണ് അറിഞ്ഞത് ഇന്ത്യൻ ആർമിയുടെ സീനിയർ ഓഫീസർ മേജർ ശരവണനാന്ന്. അയാൾ ചതിക്കുകയായിരുന്നു. നമ്മൾ ജനിച്ചു വീണ കേരളത്തിൽ ഇങ്ങനൊരു രാജ്യദ്രോഹി ഉണ്ടെന്നറിഞ്ഞപ്പോൾ അപമാനം തോന്നുന്നു. ആർമിയിലെ മേലധികാരിയുടെ സാക്ഷ്യം വെച്ച് നോക്കുമ്പോൾ കമാൻഡോ ഓഫീസർ മേജർ ശരവണൻ നമ്മുടെ രാജ്യത്തിനെതിരായി ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചത് സംശയാസ്പദമായ ഒന്നല്ലെന്ന് മനസ്സിലായി. ഈ രാജ്യദ്രോഹിക്ക് ലഭിച്ച എല്ലാ മെഡലുകളും തിരിച്ചു മേടിക്കുവാൻ ഉത്തരവിടുന്നു. അദ്ദേഹം രാജ്യദ്രോഹിയല്ല. അദ്ദേഹം രാജ്യദ്രോഹിയല്ല. അദ്ദേഹം രാജ്യദ്രോഹിയല്ല. എന്റെ ഭർത്താവ് രാജ്യദ്രോഹിയല്ല. അല്ല. ഇല്ല, ഞാനിത് തരില്ല. അരുത്, അദ്ദേഹത്തിന് വെറുതെ പഴിച്ചാരരുത്. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. അരുത്, അരുത്. അയ്യോ. ഇവനൊക്കെ ജീവിക്കാൻ പാടില്ല. തല്ലി കൊല്ലടാ എല്ലാവരും. വേഗം വാ. ഈ പുണ്യഭൂമിയിൽ ഒരു രാജ്യദ്രോഹിയെ ദഹിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. എടുത്തെറിയണം അവനെ. ഇതെല്ലാവർക്കും പാഠമായിക്കോട്ടെ. രാജ്യസ്നേഹം ഇല്ലാത്തവർക്കൊക്കെ ഇതിന് പാഠമായിട്ട് എടുത്ത് കളയണത്. അവളെ ചേർത്ത് കത്തിക്കടാ. ഒക്കെ എടുത്ത് എറിയടാ. എന്നോടൊപ്പം വരൂ. നമുക്ക് എവിടെയെങ്കിലും പോയി കഴിയാം. നിങ്ങളില്ലാതെ ഇവനെങ്ങനെ കഴിയും? പ്രശാന്ത് എന്റെ കൂടെ ഉണ്ടെങ്കിൽ രാജദ്രോഹിയുടെ മകനെന്ന് പഴിചാരി ഈ നാട്ടുകാർ ഇവനെ കൊല്ലും. എന്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ. ഒന്നുമില്ല മോനെ, കരയരുത്. അമ്മ പറയുന്നു കേക്ക്. അമ്മ പറയുന്നത് അനുസരിക്കണം. കരയരുത്. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പ്രശാന്തേ, അമ്മ പറയുന്ന കേക്കില്ലേ? എന്റെ മോൻ കരയരുത്.